ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹായ് സിൽക്സ്. വർണ്ണ വിസ്മയങ്ങളുടെ അതിവിപുലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാളയിലെ യഹൂദ സെമിത്തേരിയുമായി ബന്ധപ്പെട്ട് സത്യവിരുദ്ധമായ പരാമർശങ്ങളാണ് മാളയിലെ രാഷ്ട്രീയ നേതാക്കൾ പരത്തുന്നതെന്ന് പൈതൃക സംരക്ഷണ സമിതി സെക്രട്ടറി PK കിട്ടൻ മാസ്റ്റർ. മാളയിലെ യഹൂദ സെമിത്തേരിയുമായി ബന്ധപ്പെട്ട് സത്യവിരുദ്ധമായ ഒരുപാട് പ്രചരണങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. 1980 മുതൽ ഈ ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാള പൈതൃക സംരക്ഷണ സമിതിയെ പറ്റിയും ഞങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത പൊതുസംവാദ വേദികളിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം എന്നത് സാംസ്കാരികമായ ഒരു പ്രതിരോധമാണ്. ജനാധിപത്യ സാംസ്കാരിക അവബോധമുള്ള ഏതൊരു സമൂഹത്തിന്റെയും വ്യക്തിയുടെയും കടമയാണ് ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം എന്നത് ഏതൊരു വ്യക്തിയുടെയും കടമയാണ്. ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം തന്നെയാണ് തങ്ങൾ ചെയ്യുന്നത് എന്നും അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് നേരെ അടിസ്ഥാനരഹിതമായ ആരോപണം അഴിച്ചുവിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെതിരായിട്ടുള്ള ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ അവ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ ഞങ്ങൾ തള്ളിക്കളയുകയാണ്. 2005 സെമിത്തേരിയുടെ കിഴക്കുഭാഗത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം സ്ഥാപിക്കപ്പെട്ട് 5 വർഷക്കാലത്തോളം 2010 വരെ അവിടെ കുട്ടികൾ കളിക്കുന്നതിനോ കായിക മത്സരങ്ങൾ നടത്തുന്നതിനോ മറ്റു പരിപാടികൾക്കോ ഞങ്ങളോ മറ്റാരെങ്കിലോ യാതൊരു തടസ്സങ്ങളും സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ 2010 അധികാരത്തിൽ വന്ന TN പ്രതാപൻ MLA പിൻഫലത്തിൽ നടത്തിയ പദ്ധതികളും തുടർന്ന് നടത്തിയ നിർമ്മാണ പ്രവർത്തനവുമാണ് സാംസ്കാരിക പ്രവർത്തകരുടെയും യഹൂദരുടെയും രൂക്ഷമായ എതിർപ്പിന് കാരണമായത്. 2010 അധികാരത്തിൽ വന്ന UDFന്റെ ഭരണസമിതി TN പ്രതാപൻ MLA പിൻബലത്തോടുകൂടി അവിടെ പ്രഖ്യാപിച്ച പദ്ധതികളും നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് സാംസ്കാരിക പ്രവർത്തകരുടെയും യഹൂദരുടെയും എല്ലാം രൂക്ഷമായ എതിർപ്പിനും തുടർന്ന് പുതിയ വ്യവഹാരങ്ങൾക്കും കാരണമായി തീർന്നത്. എന്നാൽ ഇനിയും തുടങ്ങിവച്ച സ്റ്റേഡിയം നിർമ്മാണം തങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂർത്തീകരിക്കും എന്ന് നേതാക്കൾ പറയുന്നത് ശുദ്ധമായ വിവരക്കേടാണ് എന്ന് കിട്ടൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ആ വ്യവഹാരങ്ങൾ നിലനിൽക്കെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ പൊതുമുതൽ നഷ്ടപ്പെടുത്തിയതിന് പൂർണ്ണമായ ഉത്തരവാദികൾ അത് ആ നിർമ്മാണങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആളുകൾ തന്നെയാണ്. മാളയിലെ 4 ഏക്കർ വരുന്ന യഹൂദ ശ്മശാനവും ഇന്ന് സംസ്ഥാന സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടെ തുടങ്ങിവെച്ച സ്റ്റേഡിയം പദ്ധതി ഉപേക്ഷിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആ ചരിത്ര സ്മാരകങ്ങൾ കേന്ദ്ര സർക്കാരിന്റെയും ഇസ്രായേലിന്റെയും ഒക്കെ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെടാനുള്ള സാധ്യതയും അതുവഴി മാളയിൽ കടുത്ത നിർമ്മാണ നിയന്ത്രണങ്ങളൊക്കെ വരാനുള്ള അപകട സാധ്യതയും ഒഴിവാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ അവസരോചിതമായ ഇടപെടലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും ഈ ശ്മശാനത്തിൽ നിർമ്മാണത്തിൽ തുടങ്ങിവെച്ച സ്റ്റേഡിയം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൂർത്തീകരിക്കും എന്ന് പറയുന്നത് ഒന്നുകിൽ അത് ശുദ്ധമായ വിവരക്കേടാണ്, അല്ലെങ്കിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. മാളയിൽ ഒരു പൊതു കളിസ്ഥലം അനിവാര്യമാണെന്നും നിലവിൽ വരുന്ന ഭരണസമിതി ഇനി മാളയിൽ വേറെ ഒരു സ്ഥലം കണ്ടെത്തണമെന്നും തുടർന്ന് വരുന്ന മുസരീസ് പൈതൃക പദ്ധതികൾ നാട്ടിലെ സമഗ്ര വികസനത്തിന് വേണ്ടി നടപ്പിലാക്കണമെന്നും പൈതൃക സംരക്ഷണ സമിതി സെക്രട്ടറി PK കിട്ടൻ മാസ്റ്റർ പറഞ്ഞു. മാളയിലെ മുഖ്യമന്ത്രിയുടെ തട്ടകമായിരുന്ന മാളയിൽ ദീർഘകാല മുഖ്യമന്ത്രിയുടെ തട്ടകമായിരുന്ന മാളയിൽ അദ്ദേഹത്തിന്റെ അധികാരവും പിന്തുണയും എല്ലാം തന്നെ സ്വാധീനമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശാലമായൊരു സ്ഥലം പട്ടണത്തിനടുത്ത് തന്നെ കണ്ടെത്തി വിലയ്ക്ക് വാങ്ങി ആധുനിക രീതിയിലുള്ള ഒരു സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് ഉപയോഗപ്പെടുത്താതെ മാളയിലെ യഹൂദ സെമിത്തേരിയിൽ തന്നെ ഈ മാളയ്ക്ക് സ്റ്റേഡിയം നിർമ്മിക്കണം എന്ന ചിലരുടെ ദുർവാശി മാത്രമാണ് മാളയെ പൊതു കളിസ്ഥലമില്ലാത്ത ഒരു പഞ്ചായത്താക്കി മാറ്റിയത്. ഈ സാഹചര്യത്തിൽ മാളയിലെ ഒരു പൊതു കളിസ്ഥലം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്.
അതിന് പുതിയ ഭരണസമിതി സർക്കാരിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ഥലം കണ്ടെത്താനും അവിടെ ഒരു പുതിയ കളിസ്ഥലം ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത്. അത്തരമൊരു പദ്ധതി കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ മുസിരിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള പദ്ധതികളും അതിന് തുടർച്ചയായി വരാൻ പോകുന്ന പദ്ധതികളും യാഥാർത്ഥ്യമാക്കിക്കൊണ്ടും മാളയെ സമഗ്രമായ വികസനത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയുള്ള കൂട്ടായ പരിശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിന് എല്ലാവരും ശ്രമിക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. എന്നാൽ ഇതിൽ നിന്നും ജനങ്ങളും ചാനലും തിരിച്ചറിയേണ്ട ഒരു സത്യം, ഇനി വരുന്ന ഭരണസമിതി പുതിയ ഒരു സ്ഥലം കണ്ടെത്തി അതിൽ ഒരു സ്റ്റേഡിയം കോടികൾ മുടക്കി നിർമ്മിക്കണമെന്നാണ്. എന്നാൽ മാളയിൽ എവിടെ അങ്ങനെ ഒരു സ്ഥലം കണ്ടെത്തും? മുടക്കിയ കോടികൾ പോരാഞ്ഞിട്ട് ഇനിയും കണ്ടെത്തി കോടികൾ മുതൽ മുടക്കി തന്നെ ഇനിയും ഒരു സ്റ്റേഡിയ സമുച്ചയം കെട്ടിപ്പൊക്കണമെന്നാണ് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ നിലവിൽ വരുന്ന ഭരണസമിതിക്ക് ഒരു അംഗത്തിന് കൂടെ ബാല്യമുണ്ട് എന്നർത്ഥം. കാത്തിരുന്നു കാണാം. ലൈം ലൈറ്റ് ന്യൂസിനു വേണ്ടി രീഷ്മ മബനീഷ്. മാളയ്ക്ക് ഒരു തിലകക്കുറിയായി വർണ്ണ വസന്തങ്ങൾ വാരി വിതറി നിങ്ങൾ കണിഞ്ഞൊരുങ്ങാൻ ഹായ് സിൽക്സ് വർണ്ണ വിസ്മയങ്ങളുടെ അതിവിപുലമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മംഗളവേളകൾ ഇനി അവിസ്മരണീയമാക്കാൻ നിങ്ങൾക്കൊപ്പം ഹായ് സിൽക്സ്. പ്യൂർ സിൽക്ക്, ജൂട്ട് സിൽക്ക്, റോസ് സിൽക്ക്, ഉപ്പട സിൽക്ക്, ഹാൻഡ്ലൂം സിൽക്ക്, ക്രേപ്പ് സിൽക്ക്, കോട്ടൺ സിൽക്ക്, ചന്തേരി സിൽക്ക്, മട്ക സിൽക്ക്, ഗാർഡൻ സിൽക്ക് എന്നിങ്ങനെ വൈവിധ്യം നിറഞ്ഞ പട്ടുസാരി കളക്ഷൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ചുരിദാർസ്, ദുപ്പട്ട, ടോപ്സ്, കുർത്തീസ്, പലാസോ, നൈറ്റി, നൈറ്റ് സ്യൂട്ട്, ലെഗിങ്സ്, കിഡ്സ് വെയർ, ന്യൂ ബോൺ കളക്ഷൻസ് എന്നിവയുടെ മനോഹരമായ പുതിയ കളക്ഷൻസ്. കൂടാതെ ഞങ്ങളുടെ ആനുവൽ ഡേ സെലിബ്രേഷന്റെ ഭാഗമായി നിങ്ങൾക്കായി സ്പെഷ്യൽ ഓഫർ ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾ എടുക്കുന്നത് ഏത് ഡ്രസ് മെറ്റീരിയൽ ആയിരുന്നാലും ഒന്നിന് മറ്റൊന്ന് ഫ്രീ ആയി നൽകുന്നു. ചുരിദാർ മെറ്റീരിയൽസ്, റെഡിമെയ്ഡ് ചുരിദാർസ്, ദുപ്പട്ട എന്നിവ 2 എണ്ണം വാങ്ങിയാൽ 1 തികച്ചും സൗജന്യം. ലേഡീസ് ടോപ്സ്, കുർത്തീസ്, സാരി, പലാസോ, നൈറ്റി, നൈറ്റ് സ്യൂട്ട് എന്നിവ 3 എണ്ണം വാങ്ങിയാൽ 1 സൗജന്യം. ലെഗിങ്സ് 4 എണ്ണം വാങ്ങിയാൽ 1 സൗജന്യം. ഹായ് സിൽക്സ്, കളപ്പുരയ്ക്കൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മാള. ഫോൺ നമ്പർ 048028905000.